എനിക്ക് വേണ്ട. അപ്പനെ പെണ്ണിനെ എനിക്ക് ഇഷ്ടമായോ? പിന്നെ എനിക്ക് അവളോടും സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. കേട്ടോ ശങ്കരൻ ചേട്ടാ, പ്രകാശന് മോളോടൊന്ന് സംസാരിക്കണമെന്ന്. എന്തോന്ന് സംസാരിക്കാനാ? അല്ല, വിവാഹത്തിന് മുമ്പ് പെണ്ണിന്റെ അഭിപ്രായം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ? ഇക്കാലത്ത് അതൊക്കെ പതിവല്ലേ ചേട്ടാ? പക്ഷെ ഈ തറവാട്ടിൽ ആ പതിവില്ല. കാരണവന്മാർ തമ്മിൽ സംസാരിക്കും, തീരുമാനിക്കും, നടത്തും. അതാണ് മാന്യത. ഇതിൽ മാനക്കേടൊന്നുമില്ല. വിവാഹം കഴിച്ചാൽ ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. ആ സ്ഥിതിക്ക് കുട്ടിയുടെ അഭിപ്രായം നേരിട്ട് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഈ തറവാട്ടിൽ ആ പാരമ്പര്യം ഇല്ലെന്നാ പറഞ്ഞത്. ആ സ്ഥിതിക്ക് ശരി ശരി, സംസാരിച്ചു. കുഞ്ഞ് അകത്തേക്ക് വരൂ. നമ്മുടെ പഴയ കാലമൊക്കെയാണോ ശങ്കരൻ ചേട്ടാ? എന്റെ വീട്ടുകാരുടെ മുഖം ഞാൻ നേരെ ഒന്ന് കാണുന്നത് മൂത്ത കുട്ടി ജനിച്ചതിന് ശേഷമാണ്. അല്ല, ഇങ്ങനെ തലകുനിച്ച് നിന്നാൽ എന്നെ കാണാൻ പറ്റുമോ? സുജാത എന്നാണ് പേരല്ലേ? അതെ. എന്റെ പേരറിയോ? എന്താണ്? പ്രകാശൻ നായർ. പ്രകാശൻ എന്ന് മാത്രം മതി, ആ വാല് വേണ്ട. ടിഎക്ക് എന്തായിരുന്നു സബ്ജക്ട്? എക്കണോമിക്സ്. എനിക്ക് സുജാത ഇഷ്ടമായി. സുജാതയ്ക്ക് എന്നെ വിവാഹം ചെയ്യാൻ ഇഷ്ടമാണോ? പറയൂ. എന്താ? പാല്. അവിടെ ഇനി എന്താ പാത്രം വേണം? വണ്ടി പെണ്ണെ പേടിച്ചു പോയോ? എന്താ ഇത് ഇത്ര പെട്ടെന്ന് കരഞ്ഞോ? വെറുതെ തമാശ പറഞ്ഞല്ലേ? വാ. ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. അതെന്താ ചേട്ടാ? നിന്റെ അമ്മാവനുണ്ടല്ലോ, ആനക്കൊട്ടിൽ ശങ്കരൻ നായർ, കക്ഷിയുടെ മട്ടും ഭാവവും കണ്ടപ്പോ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. അത് ചേട്ടൻ എന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ വന്നിട്ടാ? അത് ഞാൻ വല്ല ചെയ്ത കാര്യം പറഞ്ഞോ? അതല്ല, അമ്മാവൻ എനിക്ക് വേറൊരു ആലോചന കൊണ്ടുവന്നിരുന്നു. ആരായിരുന്നു ആ സ്ഥാനാർത്ഥി? അമ്മാവന്റെ സ്നേഹിതൻ, പണക്കാരനായ ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ. ഓ, അതാണല്ലേ കാര്യം. അപ്പോ പട്ടാളക്കാരന്റെ റിസർവ് സീറ്റിലാണ് ഞാൻ കയറി നിന്നത്. ആരറിഞ്ഞു? അതെ, സുജാതയ്ക്ക് ആ വിവാഹം ഇഷ്ടമായിരുന്നു. പട്ടാളക്കാരന്റെ ഫയറിങ് പേടിച്ചായിരിക്കും. അപ്പോ നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നാ മതിയോ? പിന്നെ കോഴി കേട്ടില്ലേ? അതിനെന്താ ചേട്ടാ? ആദ്യ രാത്രിയിൽ നവദമ്പതികൾ വെളിച്ചത്തിരുന്ന് പാതിരാക്കോഴി കൂവുന്നത് കേട്ടാൽ ദോഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വിളക്കം കണച്ചില്ല. അതൊക്കെ പറയാൻ നീ കുഞ്ഞിനൊന്ന് പിടി. ഞാൻ ഡ്രൈവർക്ക് പൈസ കൊടുക്കും. എത്രയാ? 20.
ഞാനിതാ. ഈ കുഞ്ഞ് ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ. നീ പോയി ചായയിലൊരു ചായ കൊണ്ടുവാ, അത് കുടിച്ചിട്ട് പറയാം. ചെല്ല്. കുഞ്ഞേ, ഇതാണ് എന്റെ വീട്. നിന്നെ അന്വേഷിച്ച് ആരും വന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കൂടാം. എന്താ? സാറ് കൊണ്ടുവന്ന ആ കുഞ്ഞേതാ? എനിക്കറിഞ്ഞൂടാ. ചായ. മിടുക്കൻ കുഞ്ഞല്ലേ. ആരുടെ കുട്ടിയാണിത്? ആർക്കറിയാം. ചേട്ടൻ എവിടുന്ന് കിട്ടി? ട്രെയിനിൽ നിന്ന്. ട്രെയിനിൽ നിന്നോ? അതെ, എന്റെ കമ്പാർട്ട്മെന്റിൽ നിന്ന്. നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുന്നു. ആര്? അപ്പുറത്തെ പ്രകാശ്. പ്രകാശനോ? അയാൾ വന്നോ? വന്നു എന്ന് മാത്രമല്ല, പെട്ടിയും പ്രമാണത്തിന്റെയും കൂടെ ഒരു കുഞ്ഞിനെയും പാർസൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞോ? ചേട്ടാ, ഏത് കുഞ്ഞ്? എങ്ങോട്ടാ? അവിടെ ഇരുന്നേ ആ അരിയിലെ കല്ല് പെറുക്കി തീർന്നിട്ട് പോയാ മതി. എടി, ഒന്നുമില്ലല്ലോ, ഞാനൊരു ട്യൂട്ടർ അല്ലേ. ട്യൂട്ടർ വാസുദേവന്മാർ അദ്ദേഹം അരിയിലെ കല്ല് പെറുക്കിയെന്ന് വെച്ച് കയ്യിലെ വളയൊന്നും ഊരി പോകില്ല. എന്ത് ചെയ്യാം, ഞാൻ നിന്റെ ഭർത്താവായി പോയില്ലേ. ചേട്ടൻ എന്തിനാ ഇതിനെടുത്തോണ്ട് പോകുന്നത്? നീ എന്തായി പറയുന്നേ? ആരോരും ഇല്ലാതെ കിടന്ന് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോരാൻ എനിക്ക് മനസ്സ് വന്നില്ല. ആ സ്ത്രീ ഇതിനെ ഉപേക്ഷിച്ചതല്ലെങ്കിലോ? അന്വേഷിച്ചു വരട്ടെ, അപ്പോഴും കൊടുക്കും. ചേട്ടൻ ഈ കുഞ്ഞിനെ എടുത്തോണ്ട് പോകുന്നത് തെറ്റായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. ശരിയാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ എടുത്തോണ്ട് പോകുന്നത്. എന്നോട് പിണങ്ങിയോ? നമുക്കതിനെ കളയാം. കടലിലോ ഓടയിലോ കുറ്റിക്കാട്ടിലോ എവിടെന്ന് വെച്ചാ പറ, കൊണ്ടേ കളഞ്ഞേക്കാം. ഇങ്ങനൊരു ദേഷ്യമുണ്ടോ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. നമുക്ക് ഇവനെ വളർത്താം. ചേട്ടൻ കുളിച്ച ഡ്രസ് മാറും. എന്താ സാറേ എത്ര ഗൗരവം? ഒന്ന് ചിരിക്കുന്നേ. പച്ചക്കടലി കുലകൾക്കിടയ്ക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും. അച്ഛാ, ഈ പച്ചക്കടലി കുലകൾക്കിടയ്ക്കിടെ എന്ന് വെച്ചാ എന്താണ് അർത്ഥം? അച്ഛന്റെ വിഷയം സുവോളജിയാണ് മോളെ. എങ്കിലും പറഞ്ഞുതരാം. പച്ചക്കടലി കുലകൾക്കിടയ്ക്കിടെ എന്ന് വെച്ചാൽ പച്ചക്കടലിക്കുലയിൽ കാറ്റ് വന്നടിക്കുമ്പോൾ ആ വാഴയിലുള്ള ഇലകൾ കിടേ കിടേ എന്ന് ശബ്ദിക്കുന്നു എന്നർത്ഥം. നമ്മൾക്ക് മനസ്സിലായോ? ആ പോയിരുന്ന് പഠിക്ക്. ചെല്ല്. അങ്ങനെ സുജാതേ, എന്താ ചേട്ടാ? പാലിരിപ്പില്ലേ? ഉണ്ട് ചേട്ടാ. അല്പം പാലെടുത്തോണ്ട് വാ, കുഞ്ഞിന് കൊടുക്കാം. വിശക്കുന്നുണ്ടോടാ? സാറ് കുടിച്ച് ശീലിച്ച പാല് ഇവിടെ കിട്ടാൻ ഒരു രക്ഷയില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ പശുവും പാലായിക്കളെ. എന്താ? ചേട്ടാ, പാല് ആ കുഞ്ഞിനോട്. എങ്ങനെ കൊടുക്കുന്നത്? കുടിച്ച ഓർമ്മയില്ലെങ്കിലും കുടിപ്പിച്ചത് കണ്ടിട്ടെങ്കിലും ഇല്ലേ നീ? അയ്യോ, എന്താ ഇത്? നീർന്നു കാട്ടുന്നോ? തൽക്കാലം നമുക്ക് സാറിന് സ്പൂണിൽ കോരി കൊടുക്കാം. നീ ഒരു സ്പൂൺ എടുത്തോടാ. വാസുദേവൻ നായർ സാർ അയൽവാസിയല്ലേ? അപ്പൊ സത്യം സാറിന് അറിയാമല്ലോ. ട്രാൻസ്ഫർ വാങ്ങി വരുന്ന വഴി തീവണ്ടിയിൽ നിന്ന് കിട്ടിയെന്നാ പറഞ്ഞത്. എനിക്കതേ അറിയാവൂ. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നല്ലേ സാറേ, എന്നിട്ട് നമുക്കാർക്കും കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ലല്ലോ. പ്രകാശൻ എന്നോട് പറഞ്ഞ വിവരമാണ് ഞാൻ പറഞ്ഞത്. സാറേ, അതിന്റെ തള്ളയെ നിങ്ങൾ കണ്ടോ? എവിടെ കാണാൻ? ഒരാഴ്ചയെ ഞാനും എന്റെ ഭാര്യയും കൂടി കാത്തിരിക്കുക. ഇതുവരെ ഒറ്റെണ്ണം പോലും കുഞ്ഞിനെ തിരക്കി വന്നിട്ടില്ല. ഈ പ്രകാശൻ ആള് മഹാവേന്ദ്രനാ. അതയാളുടെ മുഖം കണ്ടാൽ അറിയില്ലേ? ഒരു കാര്യം ഞാൻ പറയാം, പ്രകാശൻ ആൾ എന്ത് തരക്കാരനായിരുന്നാലും പഠിപ്പിക്കാൻ ഏവിള.
Come on, tell me what's your doubt? ഓസ്മോസിസ് എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിലെ സോൾവെന്റ് മാത്രം ഒരു സൊല്യൂഷനിൽ നിന്നും മറ്റൊരു സൊല്യൂഷനിലേക്ക് കിടക്കുന്നത്? അത് സോളിഡ് മോളിക്യൂൾസിനേക്കാൾ ചെറുതാണ് സോൾവെന്റ് മോളിക്യൂൾസ്, അതുകൊണ്ടാണ്. താങ്ക് യു സർ. ഏതായാലും സ്വന്തം കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് സുജാതയ്ക്ക് ഒരു പരിശീലനമായല്ലോ. സുജാത കുഞ്ഞ് ഒരു കുഞ്ഞിക്കാലി കാണാൻ വേണ്ടി കേറി ഇറങ്ങാത്ത അമ്പലമുണ്ടോ? ഓരോത്തികൾ ഇതേ പെറ്റതിനെ വലിച്ചെറിഞ്ഞേച്ചു പോയിരിക്കുന്നു. ഇതിനെ ഇനി എന്ത് ചെയ്യാനാ പരിപാടി? ഇവിടെ തന്നെ വളർത്തണമെന്നാണ് ചേട്ടന്റെ തീരുമാനം. ഒന്നുകൂടെ ആലോചിച്ചിട്ട് തീരുമാനിക്കുന്നതാ നല്ലത്. ആട്ടെ, താൻ ഈ ദിവസം കുളിച്ചോ? എന്താ ഇത്ര താമസം? ഓ, അതിൽ കാര്യമൊന്നുമില്ല. ഞാൻ എന്റെ 38ാമത്തെ വയസ്സിലാ കന്നിപ്പേറ് പറ്റത്. അമ്മയെ അച്ഛൻ വിളിക്കുന്നു. ചേടാ, ഇച്ചിരി നേരം സ്വൈര്യമായിട്ടിരിക്കാൻ സമ്മതിക്കില്ലല്ലോ. ഹായ്, ഈ കൊച്ചേതാ? ആ, അതെ, ഇന്നലത്തെ മഴയത്ത് ആകാശത്തോന്ന് വീണ് കിട്ടിയതാ. എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വീണിട്ടില്ലല്ലോ. പറമ്പിലൊക്കെ പോയി നോക്ക്, അവിടെങ്ങാനും വീണ് കിടപ്പുണ്ടാവും. വാടി, നമുക്ക് പോയി നോക്കാം. സുജാതെ, ഞാൻ പോകുന്നു. കുഞ്ഞെന്തെടുക്കുന്നു? ഉറങ്ങുന്നു. വാ. ഇത് മുലക്കുപ്പി. ഇത് കുഞ്ഞിന് കലക്കി കൊടുക്കാനുള്ള മിൽക്ക് ഫുഡ്. മനസ്സിലായോ? വേഗം കലക്കൊണ്ടു. മോനെ, നിനക്ക് വിശക്കുന്നുണ്ടടാ? അമ്മ ഇപ്പം പാല് കൊണ്ടുവരും. വച്ച് കുടിക്കാം കേട്ടോ. അല്ല കുഞ്ഞെ, അതിനെ എന്നും കുഞ്ഞു ഇവിടെ തന്നെ വളർത്താൻ പോവാന്നു. അതിനെന്താ കുഴപ്പം? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ എത്രയായാലും അന്യവള് പെറ്റതല്ലേ. മുലപ്പാല് കുടിച്ച സ്നേഹം അതിന് കാണുമോ? തിരിച്ചറിവാകുമ്പോ കുണ്ടിയിലെ പൊടിയും തട്ടി അത് അതിന്റെ പാട്ടിന് പോകും. അപ്പൊ വളർത്തിയവർക്ക് കൂലി ഒലക്കാം. പാർവമേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവൻ ഞങ്ങളുടെ കുട്ടിയാണ്, ഈ വീട്ടിലെ കുട്ടി. ഇവനെ പറ്റി ഇതുപോലെ ഇനി എന്തെങ്കിലും പറഞ്ഞ അന്ന് ഞാൻ നിങ്ങളെ പുറത്താക്കും. അയ്യോ സാറേ, ഞാൻ മനസ്സിലൊന്നും വെച്ചോണ്ട് പറഞ്ഞതല്ല. നിഷ്കളങ്കമായ ഈ മുഖം കണ്ടാൽ ആർക്കെങ്കിലും ഇവനെ വെറുക്കാൻ കഴിയോ സുജാതെ? ആരുടെ കുഞ്ഞാണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് പാറുവമ്മ അങ്ങനെ പറഞ്ഞത്. ആരുടെ കുഞ്ഞായാലെന്താ? ഇവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. സുജാതെ, ഞാൻ കുഞ്ഞായിരിക്കുമ്പോ എന്റെ അച്ഛനും അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടു. നാണമ്മാവൻ അന്ന് എന്നെ എടുത്ത് വളർത്തിയില്ലായിരുന്നെങ്കിൽ ഞാനും ഇവനെ പോലെ അനാഥ കുഞ്ഞാകുമായിരുന്നു. അച്ഛനും അമ്മയും ഇല്ലാത്തതിന്റെ ദുഃഖം അനുഭവിച്ചവനാണ് ഞാൻ. എന്നോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ ഒരിക്കലും നീ വെറുക്കരുത്. നല്ല ഐശ്വര്യമുള്ള കുഞ്ഞ്, ഏതോ കൊള്ളാവുന്നവർക്ക് ജനിച്ചതാണ്. ആ, ഇതിലൂടെക്കാരൻ എവിടെയാണോ എന്തോ. ഇനി ഇവൻ നമ്മുടേതാണ് അല്ലേ മോനെ? അമ്മനോട് പറയടാ, ഞാൻ ഇവിടുത്തേതാണെന്ന്. കുഞ്ഞെ, നമുക്ക് ഇതിനൊരു രക്ഷ എഴുതി കെട്ടണം. എന്തിനാ? നല്ല തണ്ടുമുട്ടം പോലെ ഇരിക്കുമല്ലയോ. വല്ലവരും കണ്ണു വെച്ചാൽ കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വരും. വേണ്ട പാർവമ്മേ, പ്രകാശേട്ടൻ കണ്ടാ അത് വലിച്ചു ദൂരെ എറി. അല്ല, നമുക്ക് ഇദ്ദേഹത്തിന് പേരിടണ്ടേ? ഈ കുട്ടികൾക്ക് പേരിടുന്നത് 56-നോ 90-നോ? 56-ഉം 90-ഉം ഒന്നുമല്ല, 28-നാ പേരിടുന്നത്. ഈ പ്രകാശേട്ടൻ ഒരു ചുക്കും അറിയില്ല. ഞാൻ എങ്ങനെ അറിയാനാ? ഇവിടെ ഇതിനു മുമ്പ് പേരിടൽ വല്ലതും നടന്നിട്ടുണ്ടോ? ക്ഷമിക്കൂ സുജാതെ, ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നീ ഇത്ര സില്ലി ആയാലോ? ഒന്ന് ചിരിക്കടോ. മോനെ, അമ്മയുടെ കണ്ണിൽ എന്തോ പോയി. മോനെ നൂതി കൊടുത്തേ. ഉം
ഇങ്ങനെ കണ്ട ഒരു 5-6 മാസം നിന്ന് തോന്നിക്കത്തില്ലേ? ഏതായാലും ഇനി വെച്ചോണ്ടിരിക്കണ്ട, നമുക്ക് നാളെ തന്നെ പേരിട്ട് കളയാം. എന്ത് പറയുന്നു? വളരെ നല്ലത്. പാറോമേ, എന്താ സാറേ? നാളെ ഇവന്റെ പേരിടില്ല. അപ്പുറത്തുനിന്ന് ആ വാസുദേവൻ സാറിനെയും കുടുംബത്തെയും കൂടെ വിളിച്ചേക്കാം. ഒരു നല്ല പായസം റെഡിയാക്കി. പായസം ഒരു കപ്പ് കൂടി തരട്ടെ? വേണ്ട 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 വേണ്ട, എനിക്ക് ഷുഗറിൽ അല്പം യൂറിനുണ്ട്, അതുകൊണ്ട് ഇവള് സമ്മതിക്കൂല. എന്നെ പേടിച്ച് കഴിക്കാതിരിക്കണ്ട. പക്ഷെ രാത്രി പരിവേശെടുക്കുന്നു പറഞ്ഞാലേ എന്റെ വിധം മാറും. ആട്ടെ സാറേ, നമുക്ക് ഇവനൊരു പേരിടണമല്ലോ. പേര് അത്യന്താധുനികമായിരിക്കണം. പറഞ്ഞോളൂ. ഹിമോഗ്ലോബിൻ. നല്ല പേര്. ഇതെങ്ങനെ വിളിക്കും? ഓനെ ഹിമോഗ്ലോബി എന്ന് വിളിക്കും. എന്താ? അതുപോലെ പട്ടിക്ക് വിടാം. ഞാനൊരു പേര് പറയാം, സുഗ്രീവൻ. കൊച്ചന്താടി കുരങ്ങു വർഗത്തിൽപ്പെട്ടാണോ? ഞാനൊരു പേര് പറയട്ടെ? പിന്നെ പാറോമ്മയ്ക്കും പറയാം, ഹരിഹരസുതൻ. അത് വളരെ നീണ്ടുപോയി പാറുവമ്മേ. ഞാനൊരു പേര് പറയാം. കേൾക്കട്ടെ. പ്രിയദർശൻ. ഫൈൻ.